ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ വ്യാഴാഴ്ച നോമ്പോറ്റിന് ചിക്കൻ കറിയും പൂരിയും ഉണ്ടാക്കുകയാണ്. അതിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതുണ്ടാക്കാൻ പോവുകയാണ്. അപ്പം സാധനങ്ങളൊക്കെ റെഡിയായി. ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ അരിഞ്ഞ് ചട്ടി വെക്കുക. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്നതായി ഉലുവയും കരിവേപ്പിൻ്റെ ഇല ഇട്ടൊന്ന് ഇളക്കുക. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളി എല്ലാം കൂടി ഇട്ടുകൊണ്ട് ഒന്ന് ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ടൊന്ന് ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കുക. നല്ലോണം പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റുക. പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന്, മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് നന്നായി അങ്ങോട്ട് കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ച് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വെക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമ്മളെ കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. നന്നായി തിളച്ച് അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി. കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ പൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. മൈദപ്പൊടി എടുത്ത് അതിലേക്ക് ലേശം ഉപ്പൊക്കെ ഇട്ട് കുഴയ്ക്കുക. നന്നായി കുഴയ്ക്കുക. ലേശം വെള്ളം ഒഴിച്ച് നന്നായി ഇങ്ങോട്ട് കുഴയ്ക്കുക. നന്നാക്കിയാണ്ട് കുഴയ്ക്കുക. കുഴച്ച് കഴിഞ്ഞ് നമുക്കൊരു 10 മിനിറ്റ് അവിടെ വെക്കുക. അപ്പോൾ നമ്മളെ മാവ് കുഴച്ച് റെഡിയായി. ഇനി നമുക്ക് പരത്താം. പൂരി പരത്തിയൊക്കെ റെഡിയായി. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് നല്ല ചൂടായി വരുമ്പോൾ അതിലേക്കിട്ട് അങ്ങോട്ട് പൊരിക്കുക. അപ്പോൾ നമ്മളെ പൂരി ഇവിടെ റെഡി ആയിക്കണ്. അപ്പം ചിക്കൻ കറിയും പൂരിയും ഒക്കെ റെഡിയായി. മേശമ്മൽ വെച്ച് പപ്സും മാങ്ങ ജ്യൂസും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നോമ്പറക്കാനായിന്. എല്ലാ സാധനവും റെഡിയാക്കി. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും കൂടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.